നിനക്ക് വല്ലാത്ത നിർബന്ധം തന്നെ. നീ എത്ര പ്രാവശ്യമാണ് എന്നെ ഫോൺ വിളിച്ചത്? 5 മണിക്ക് മുൻപ് എനിക്ക് വീട്ടിലെത്തണ്ടേ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അങ്കിൾ നേരം വെളുക്കും വരെ അവിടെ ഇരിക്കും. ഇരിക്കൂ. അപ്പോ എന്താണ് നിന്റെ പ്രോബ്ലം? എനിക്കല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക്. അങ്കിളിനെ നേരിൽ കാണാൻ അവൾക്കൊരു മടി. മടിച്ചിരുന്നാൽ അവളുടെ പ്രോബ്ലം തീരുമോ? അവൾക്കും അല്ല, അവളുടെ ഭർത്താവിന്. അതിന് ഇനിയാണോ ഇതെല്ലാം? പുറത്തു പറയാനുള്ള വിഷമം കൊണ്ടാ. ശരി, പറയൂ, കേൾക്കട്ടെ. വിവാഹം കഴിഞ്ഞു കുറെ നാളായി. അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവളോട് വെറുപ്പാണ്? നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും. പക്ഷേ ശാരീരിക ബന്ധം ഒരിക്കൽ പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലത്രേ. കാരണം? അതറിഞ്ഞുകൂടാ. ആദ്യ രാത്രി മുതൽ അവൾക്ക് നിരാശയാണ്. അതെന്താണ് അങ്കിൾ? കൂട്ടുകാരിയോട് പറയൂ, അവളും ഭർത്താവുമായി എന്നെ വന്ന് കാണാൻ. അത് രോഗമാണോ? ചികിത്സിച്ചാൽ മാറുമോ? കൂട്ടുകാരിക്ക് എന്ത് പ്രായം വരും? എന്റെ പ്രായം. ഭർത്താവിനോ? മധുച്ചേട്ടന്റെ. അവളൊരു നാണം കുണുങ്ങിയാണോ? നല്ല തന്റെടക്കാരി, മിടുമിടുക്കി. ഇനി എന്തുകൊണ്ട് അവൾക്ക് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ വിധത്തിലും നോക്കാറുണ്ട്. തമ്മിൽ നല്ല റൊമാൻസ്. പക്ഷേ എന്ത് കാര്യം? ആ തളർച്ച കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. എനിക്കോ? അല്ല, അവൾക്ക്. മിനിക്കുട്ടി, ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടെ? എന്റെ അങ്കിൾ. അങ്കിൾ മാത്രമല്ല, മനഃശാസ്ത്രം പഠിച്ച ഒരു ഡാക്ടറും കൂടിയാണ് അങ്കിൾ. നിനക്ക് എന്ത് പറ്റി മോളെ? അയ്യോ, എനിക്കല്ല, എന്റെ കൂട്ടുകാരിക്ക്. ഇനി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. തെൽമി, ആ കൂട്ടുകാരി നീ തന്നെയല്ലേ? അപ്പോൾ മധുവും നീയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലെന്നോ? ഇതെന്റെ കഴുത്തിലുണ്ടെങ്കിൽ. മധുവിന് ഇഷ്ടമില്ലാതെയാണോ ഞാൻ വിവാഹം കഴിച്ചത്? ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. പക്ഷെ മധുവിന് മറ്റേതെങ്കിലും പ്രേമബന്ധം ഉണ്ടായിരുന്നതായിട്ട് നിനക്കറിയാമോ? പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്ന സ്വഭാവമല്ല. ഇക്കാര്യത്തെക്കുറിച്ച് തമ്മിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും കൂടുതൽ ഇന്റിമസി കാണിക്കാൻ ശ്രമിക്കുക. മൂവ് വിത്ത് ഹിം ക്ലോസ്ലി ആൻഡ് ട്രൈ ടു അട്രാക്ട് ഹിം ഫിസിക്കലി. യു അണ്ടർസ്റ്റാൻഡ്? ഈ വീട്ടിൽ മറ്റാരുമില്ലല്ലോ. ഒരു പുരുഷനെ ഏതെല്ലാം വിധത്തിൽ ആകർഷിക്കാമോ അതൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായിരിക്കും. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കുക. ഇതിന്റെ കാരണം എന്താണ് അങ്കിൾ? കാരണം കുട്ടിക്കാലം മുതൽ അമ്മയോടുകൂടെ തന്നെ വളർന്നതല്ലേ. ഈഡിപ്പസ് കോംപ്ലക്സ് ആകാം, അല്ലെങ്കിൽ ഷൈനസ്, അതുമല്ലെങ്കിൽ ആക്സിഡന്റ്, ലവ് അഫെയറിലുള്ള പരാജയം, ഇത്ര കാരണങ്ങളാകാം. നിനക്ക് ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന കുറെ പുസ്തകങ്ങൾ തരാം. നീ ഒന്ന് വായിച്ചു നോക്കാം. ഡോണ്ട് ബി ഡെസ്പറേറ്റ്. നിരാശപ്പെടാതെ മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞു തന്നതെല്ലാം ചെയ്യും. എന്നിട്ട് വിവരം ഒന്ന് എന്നോട് പറ. സമയമായി. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. എന്നിട്ടെന്താ? അന്ന് വിളിച്ചപ്പോ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ഇളയ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള ആളിന്റെ കൂടി അല്ലേ ചേച്ചി ജീവിക്കേണ്ടത്? ഇപ്പോഴും സുനിക്ക് അതിൽ വിഷമമൊന്നും തോന്നുന്നില്ലേ? ഇല്ല, ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലേ വിഷമിക്കുമായിരുന്നുള്ളൂ. പിന്നുകേട്ടന് എന്റെ ജീവനാണ്. രാത്രിയിലെ ഓട്ടവും ചാട്ടവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വന്നാൽ പിന്നെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരുത്തത്തില്ല. അതാ വന്നു.
പോകുന്നത്? വേണ്ട വേണ്ട, ഞാൻ പോകുന്നു. എടി പെണ്ണെ, നിന്റെ വിനോദത്തിന്റെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. രാത്രിയിലേക്ക് പണിയായി. മുഖത്തെന്ത് ഇത്ര ക്ഷീണം? ഊണ് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് അല്പം വൈകി. കാപ്പ് ഒഴിച്ചു. എനിക്ക് കണ്ടാൽ അറിയാം എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നത്. കുളിച്ചിട്ട് മതിയോ കാപ്പി? കുറച്ചു നേരം ഇരിക്കട്ടെ. കേട്ടോ ചേട്ടാ, ആ വിൻസെന്റും സുനിതയും കൂടി എന്ത് റൊമാൻസ് ആണെന്നോ. അവൻ ഈ ഫീൽഡിൽ എക്സ്പെർട്ടാണ്. അവളും മോശമല്ല. അല്ലെങ്കിൽ ഏത് പെണ്ണ ഇക്കാര്യത്തിൽ? ഈ ചേട്ടന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരമേ ഇല്ല. നോക്കിക്കോ, ഇതിന്റെ മരുന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്കില്ലേ? നോക്കൂ, ഈ വയറിന്റെ കിടപ്പ്. ഞാനും കാപ്പി കുടിച്ചില്ല. എങ്കിൽ എഴുന്നേൽക്കൂ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാത്രി ഞാനൊരു രഹസ്യം പറയാം. എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി കുളിച്ചിട്ട് വരൂ. നിൽക്കൂ, ഞാൻ ഡ്രസ് ഒന്ന് മാറ്റട്ടെ. അതൊക്കെ അവിടെ ചെന്ന് മാറ്റിയാ മതി. മതി മതി, വരൂ. ശരിക്കും ഊണുമില്ല, ഉറക്കവുമില്ല. എപ്പോഴും ഒരു ഓഫീസ് കാര്യം. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അല്ല, വലിയ കുട്ടി. ഒരു ചുക്കും അറിയില്ല. ഇറങ്ങി പുറത്ത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മേലെ നിന്നെ ഇവിടെ കാണരുത്. എന്റെ ഇഷ്ടമാണ്.
അങ്ങനെ അഭിനയിക്കണം. രാവിലെ മധുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരും. എനിക്ക് വല്ലാത്ത ഭയം. ഡോണ്ട് വറി. മധുവിനെ അയാൾ അറിയാതെ വേണം ചില ടെസ്റ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മാറുമെന്ന് ഉറപ്പല്ലേ അങ്കിൾ? ബി പേഷ്യൻസ്. കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. പിന്നൊരു കാര്യം, മനസ്സ് വിട്ടൊന്നും പറഞ്ഞിടരുത്. ശരി. പല റിയാക്ഷൻസ് ഉണ്ടാകും. ശരി അങ്കിൾ. ആശാനോ, വരൂ. വല്ലാതെ വിഷമിച്ചു. താമസം മാറിയ പോലെ തോന്നുന്നുണ്ടല്ലോ. മസക്കുഞ്ഞിന്റെ അമ്മ ഭയങ്കര വാശിക്കാരിയാണെന്നറിയാമല്ലോ. ഉപ്പിലിട്ടത്, മുളകിലിട്ടത്, വെള്ളക്കാന്താരി കീറിയിട്ടത്, ഉപ്പിലിട്ടത്, അങ്ങനെ പല സാധനവും നന്നായിട്ടുണ്ട്. അതെ, ഇപ്പൊ ഏതിനുള്ള ആശ? ആശയുണ്ട്, പക്ഷേ കിട്ടണ്ടേ? ആട്ടെ, ഞാനിപ്പോ വിളിക്കുന്ന എന്ത് പറയണം? അത് കള്ളം. എങ്കിലേ കുഞ്ഞിനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. അതാരുടെ മൂന്നാണെന്നറിയാമോ? ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കൂ. കൃത്യസമയത്ത് തന്നെ പറപ്പിച്ചെന്ന് എത്തിയല്ലോ. താരപ്പോന്നു ഒരാഴ്ചെടുക്കാവുന്ന ചൂടുമായിട്ടാ ഞാനിവിടെ വന്നത്. ചെല്ല് ചെല്ല്. ഞാനേ ഇവിടെ ഒന്നിരിക്കട്ടെ. അയ്യോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ഇത്ര രജിസ്റ്റർ വായിക്കുന്നത്? ഏതോ ഒരു പുസ്തകം. ശംഖുവാശം വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കൊടുത്തു വിടുമെന്ന് അമ്മയുടെ എടുത്തുണ്ടായിരുന്നു. ഗർഭകാലത്ത് കൊതി മാറാനുള്ളതൊക്കെയാണ്. ഇവിടെ ആർക്ക? വിൻസെന്റിന് ശോഭയ്ക്കും കൊടുക്കാം. ശരിയാണ്, അവർക്ക് ആരുണ്ടാക്കി കൊടുക്കാൻ. അവര് മധുവിധം ആഘോഷിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ. ഇനി നമുക്കിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ആശാനോട് എന്ത് പറഞ്ഞു വിടണം? സുഖമായി കഴിയുന്നു പറഞ്ഞാൽ മതി. അയ്യോ, എന്റെ പുറം കടിക്കുന്നു, ഒന്ന് ചൊറിഞ്ഞു തരൂ. ഇവിടെയാണോ? താഴെ. ഇവിടെ അല്ല, താഴെ. ഇവിടെയാണോ? താഴെ. ഇവിടെയോ? കുറച്ചും താഴെ. എന്ത് വെച്ചാ മാന്തുന്നേ? അത്രയ്ക്ക് എന്നെ തൊട്ടുകൂടല്ലേ? മിനിക്ക് എപ്പോഴും കുട്ടികളെയാണ്. മിനി, ഇന്നത്തെ പത്രത്തിൽ 300 സിഗരറ്റ് വലിച്ചേർത്ത ഒരാളുടെ പേര് കണ്ടല്ലോ. എന്താ പേര്? ഉച്ചക്കിർക്കൻ. നാളെ മുതൽ മിനിക്ക് ബുദ്ധിമുട്ടായി. ഒരു ജോലിക്കാരിയെ കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ്, എവിടെ നന്നാകാൻ. അവളെ ഭൂലോകം അരച്ച് നെറ്റിൽ പൊട്ടുകൊട്ടവളാ. പോയത് ഭാഗ്യം. മിനി, മിനി, വരുന്നു. ഇത്രയും നേരം അവിടെ ഇരുന്നില്ലേ? ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അയാൾ വന്നിരിക്കുമ്പോൾ എന്ത് വിചാരിക്കും? നീ പോയി ഡ്രസ് മാറ്റിട്ടു. ഈ ഡ്രസ്സിന് എന്താ കുറവ്? നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പറയുന്ന കേൾക്കൂ, പോയി ഡ്രസ് മാറ്റിട്ട് വരൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചേട്ടൻ ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ? എന്ന് വെച്ചാൽ? അതുകൊണ്ടല്ലേ ചേട്ടൻ എന്നോട് സ്നേഹമില്ലാത്തത്? സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ? നമുക്കൊരു ഡോക്ടറെ കാണാം.
എന്തിന്? രാത്രിയിൽ ചേട്ടന് ഈ അസുഖം മാറാൻ. എനിക്കൊരു അസുഖവുമില്ല. ചേട്ടാ, നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? അതിന് എന്നേക്കാൾ അറിവ് ചേട്ടനില്ലേ? എനിക്കൊരു രോഗവുമില്ല. ആരെയും കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. എന്റെ അകന്ന ബന്ധത്തിൽ ഒരമ്മാവനുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ പിന്നെ എന്നും ഇങ്ങനെ ജീവിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു? ഒരു നിമിഷമെങ്കിലും ചേട്ടൻ എന്നെ ഒരു ഭാര്യയെ പോലെ കരുതിയിട്ടുണ്ടോ? മധുവിനെ അയാൾ അറിയാതെ വേണം ചില തെറ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്.